ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 2-ാം ദിവസം. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ 3-ാമത്തെ ആളാകുന്നു എന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാവപുത്രൻ റുഹാദ് കുദാശയായ ത്രിത്യേക സർവേശ്വര, എന്റെ സൃഷ്ടാവും രക്ഷകനും എന്നെ ശുദ്ധമാക്കുന്നവനും നീ ആകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇല്ലായ്മയുടെ പാതാളത്തിൽ നിന്ന് നിന്നെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ മേൽ നീ ചൊരിയുന്ന അളവറ്റ അനുഗ്രഹങ്ങൾക്കായി അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടു കൂടി അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരാപര വസ്തുവായ സർവേശ്വര, നീചപൊടിയും ചാമ്പലുമായ അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്താകുന്നു? ഈ നീചനിൽ നീ എന്ത് നന്മ കണ്ടെത്തി? സ്തുതിയും മഹത്വവും ഇവനെ നീ ധരിപ്പിച്ചു. ഹീരനെ എച്ചിൽ നിന്ന് ഉയർത്തി പ്രഭുക്കളോടുകൂടി നീ ഇരുത്തി. പക്ഷികളെയും മൃഗങ്ങളെയും സകല സൃഷ്ടികളെയും അവൻ്റെ പാദത്തിൻ കീഴിൽ നീ ആക്കി. മാത്രമല്ല അവനെ സ്വർഗത്തിന് അവകാശിയും നിന്റെ ദത്തപുത്രനുമാക്കി തീർത്തു. അതേ, ഞാൻ നിന്റെ പുത്രനും നീ എൻ്റെ പിതാവാകുന്നു. പിതാവെന്ന ഇമ്പമേറിയ നാമത്താൽ നിന്നെ വിളിക്കുന്ന ബലഹീനമായ കുഞ്ഞിനെ എപ്പോഴും ചെവിക്കൊള്ളണമേ. നിന്റെ പുത്രൻ എന്നുള്ള സ്ഥാനത്തിന് ചേരാത്തതായ ഒന്നും വിചാരിപ്പാൻ പോലും എനിക്ക് നീ ഇടവരുത്തരുതേ. നിന്റെ ഛായയിൽ സൃഷ്ടിച്ച് എൻ്റെ സൂക്ഷ്യത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന വില തീരാത്ത മാണിക്യമായ എൻ്റെ ആത്മാവിനെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഒരു യാത്രക്കാരനെ പോലെയും കറകൂടാതെയും ജീവിച്ച് എൻ്റെ നിത്യഭവനമായ സ്വർഗത്തിൽ വന്നു ചേർന്ന് നിനക്ക് സ്തോത്രം പാടുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും എനിക്ക് ധാരാളമായി തന്നള്ളണമെന്ന് അനുഗ്രഹത്തിൻ്റെ ദാതാവായ റുഹാദ് ഖുദാശിയെ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ. എല്ലാം നഷ്ടമായാലും ആത്മാവിനെ രക്ഷിക്കണമെന്നോർത്ത് മേലാൽ ജീവിച്ചു കൊള്ളാം. പാവനാരൂപിയേ സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.